പരിശുദ്ധാത്മാവിന്റെ പുത്തൻ കൃപകൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. എല്ലാ ശുശ്രൂഷയുടെയും അധിപതി പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷയും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മുടെ ശുശ്രൂഷകളെ മുഴുവനും സമർപ്പിച്ച് തുടർന്നുള്ള ഈ മിനിറ്റുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധ വചനം, അതുപോലെ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കാനും നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത യേശു ക്രിസ്തുവിനെ കുറേയും കൂടെ ആഴത്തിൽ സ്നേഹിക്കാനും കർത്താവ് നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകുന്ന കാറ്റേ കടന്നു വരണമേ, അഭിഷേകം ചെയ്യണമേ, ഓരോ മകനെ മകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ലോകമെമ്പാട് തട്ടിപ്പടരുന്ന ശുശ്രൂഷയാക്കി ഉയർത്തി നന്ദി പറയുന്നു. ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് നിങ്ങളുടെ നാമത്തിൽ വിടുതലുകൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. അഭിഷേകം പകരുന്ന കാറ്റേ, കൈകളടിച്ചു പാവന കാറ്റേ, പ്രാർത്ഥിക്കുന്നു. അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. അഭിഷേകം പകരുന്ന കാറ്റേ, പ്രാർത്ഥിക്കുന്നു. പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ. ഓ പരിശുദ്ധാത്മാവേ, എസെക്കിയേൽ പ്രവാചകൻ വചനം പറഞ്ഞപ്പോൾ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിച്ചു. വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. ജീവൻ പോയ ജീവിതങ്ങളിലേക്ക് യേശുനാമത്തിൽ ജീവൻ ഉണ്ടാകട്ടെ. അത്ഭുത അഭിഷേകം കത്തി കത്തി പടരട്ടെ. പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, അസ്ഥികൾ കിറുകിറ ശബ്ദത്തോടെ സൈന്യമായി നിറന്നതുപോലെ, അസ്ഥികൾ കിറുകിറ ശബ്ദത്തോടെ സൈന്യമായി നിറന്നതുപോലെ, വീക്ഷണമേ വീണ്ടും, വീക്ഷണമേ വീണ്ടും, വീക്ഷണമേ വീണ്ടും. ഓരോ യുവതിവാക്കന്മാരെ അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വീണ്ടും ബലം നൽകുന്ന പരിശുദ്ധാത്മാവേ, വീണ്ടും ഉണർത്തുന്ന പരിശുദ്ധാത്മാവേ, കരുണയുള്ള പരിശുദ്ധാത്മാവേ, എതിർക്കണമേ. അഭിഷേകമായി, കൃപകളായി, രോഗശാന്തികളായി, മാനസാന്തരങ്ങളായി, വിടുതലായി, അത്ഭുത പ്രവൃത്തികളായി പരിശുദ്ധാത്മാവേ, ഓരോ മകനിലേക്കും മകളിലേക്കും കത്തി കത്തി പടരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ കാലങ്ങളിൽ എളിയ ശുശ്രൂഷകളിലൂടെ അങ്ങ് ചെയ്ത കോടാനുകോടി നന്മകൾക്ക് നന്ദി പറയുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരും അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ മേലും അങ്ങ് കൈകൾ ചേർത്ത് വെക്കണമേ. യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. കൃപ എല്ലാവരുടെ മേലും നിറയട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷകളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്ത ഒത്തിരി നന്മ ഒരു കാര്യം, ഒരു സാക്ഷി നമ്മളിപ്പം കേട്ട് കർത്താവിന്റെ വചനം നമ്മൾ ശ്രമിക്കാൻ ഒരുങ്ങുകയാണ്. എൻ്റെ പേര് സാന്ദ്ര, ചെമ്പനോട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2020
ഒരു ഫെബ്രുവരി മാസം ഞങ്ങൾ ആസാമിലായിരുന്നു. ആ സമയത്ത് ഒരു കഠിനമായ വയറുവേദനയായിരുന്നു. ആ ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 3 സിസ്റ്റുകളാണുള്ളത്, വലിയത്. അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. മരുന്ന് തന്നു വിട്ടു. പക്ഷെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. 9 ഗുളികകളോളം ഞാൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഒരു തരത്തിലും വേദന കുറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു സീറ്റ് ചെയ്യണമെന്ന്. സീറ്റ് ചെയ്തു. സീറ്റിയിലും വലിയ മുഴകളാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അത് ട്വിസ്റ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു, പൊട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അവർ പറഞ്ഞു MRI ചെയ്യണം. അപ്പോൾ 2-3 ദിവസം കൂടെ എടുക്കേണ്ടി വരും ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ആൻറ്റി പറഞ്ഞു നീ യേശുനാമത്തിൻ്റെ ശക്തിയും രോഗികളുടെ നാഥൻ എന്നുള്ള പുസ്തകം വയറിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ രോഗികളുടെ നാഥൻ എന്നുള്ളൊരു പുസ്തകം ഞാൻ ആ വിശ്വാസത്തോടുകൂടി വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ആ വേദനയുടെ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കരയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മണിയായപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ആ ഒരാഴ്ചയുള്ള എൻ്റെ അനുഭവം അല്ല, പെട്ടെന്ന് എൻ്റെ രോഗം സൗഖ്യമായി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിയുമ്പോഴായിരുന്നു എനിക്ക് MRI ചെയ്യേണ്ടത്. MRI ചെയ്യാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. MRI ചെയ്ത് നോക്കുമ്പോൾ അതിൽ സിസ്റ്റ് കാണുന്നില്ല. അപ്പോൾ സിസ്റ്റ് കാണുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി. ഈ അൾട്രാസൗണ്ട് സീറ്റിംഗ് ചെയ്തവർ വേറെയാണല്ലോ, അവർ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്. അവർ വീണ്ടും ഞങ്ങളെ തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ അൾട്രാസൗണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ ഡോക്ടർ തന്നെ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അൾട്രാസൗണ്ടിലും സിസ്റ്റ് കാണുന്നില്ല. പിന്നെ അവർക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. അന്ന് പിന്നെ എനിക്ക് ഇതുവരെ വയറുവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തന്നു. ദൈവപിതാവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ കൃപ, വിശ്വാസത്തിന്റെ കൃപ കിട്ടിയപ്പോൾ രോഗികളുടെ നാഥനായ പുസ്തകം അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിന് തോന്നൽ കൊടുത്തു. അപ്പം തന്നെ പുസ്തകം വെച്ച് പരിശുദ്ധാത്മാവിന്റെ വിശ്വാസ ചൈതന്യത്തോടെ പിതാവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. ഓളോണ് സഡൻ മഹക്കൾ സംഭവിക്കുകയാണ്. ഡോക്ടർമാര് ഇവിടെ ഉറപ്പായിട്ടും ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇവര് നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്, ഇവർ ആർമി നേഴ്സാണ്. ആസാമിലെ ആർമിയിലാണ് ഇവർ. ആർമി നേഴ്സാണോ? നേഴ്സാണ്. ഹസ്ബൻഡ് ആർമി നേഴ്സ്, ഇദ്ദേഹം നേഴ്സ്. ഓക്കെ. ആ സമയത്താണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ ഇവർ അഭിഷേകത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധമുള്ളവരാണ്. അഭിഷേകത്തെ കണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെയാണ് ഈ യേശുനാമത്തിന്റെ ശക്തിയുടെ പുസ്തകം രോഗികളുടെ നാഥനും വയറ്റുന്ന വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ മണിക്കൂറിനുള്ളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഒറ്റ മണിക്കൂറാ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒറ്റ മണിക്കൂർ. 2 മണിക്കാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 3 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ശക്തി, ആ വേദനയൊന്നും ഇല്ലാതെ എനിക്ക് പെട്ടെന്ന് വാഷ്റൂം പോകാനും എന്തോ ഒരു ഉണർവ് എനിക്ക് തന്നു. ആ 1-1.5 ആഴ്ച കിടന്ന് ഞാനല്ല, പെട്ടെന്ന് ഒരു അത്ഭുതം നടക്കുക. കാര്യങ്ങൾ ഉയർത്തി വലിയ സന്തോഷത്തെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. ചോദിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. ചോദിച്ചാൽ ലഭിച്ചിടുമാതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, പറഞ്ഞു മാറുകയില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, പദത്തം ചെയ്തവർ അകലുകയില്ല. പദത്തം ചെയ്തവർ അകലുകയില്ല. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ അത്ഭുതമാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. അവൻ നമ്മുടെ എല്ലാ ബലഹീനതകൾ ഏറ്റെടുക്കുകയാണ്, രോഗങ്ങൾ വഹിക്കുകയാണ്. അപ്പൊ ഈ സഹോദരിയുടെ രോഗങ്ങൾ കർത്താവ് അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് യേശു കർത്താവ് ആ കുരിച്ചതെല്ലാം ഏറ്റെടുത്ത് സഹിച്ച് മരിച്ച് ജീവനും സൗഖ്യമെല്ലാം നൽകുകയാണ്. കൊടാനുകൂടി നന്ദി ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വെളിപാടിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. വെളിപാട്, ബുക്ക് ഓഫ് റെവലേഷൻ, ചാപ്റ്റർ 1 വേഴ്സ് 7. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിനോട് ഞാൻ വായിക്കാം. Look, he is coming with the clouds. Every eye will see him, even those who pierced him, and on his account all the tribes of the earth will wail.
സോ ഇറ്റ് ഈസ് ടു ബി. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,